അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഉപകരിക്കുന്ന ഒരു അത്ഭുതകരമായിരിക്കുന്ന ദിക്റിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതാണോ ആ ആഗ്രഹങ്ങൾ പൂവണിയുന്ന അത്ഭുത ദിക്ർ, ചൊല്ലാൻ വളരെ എളുപ്പവും ചൊല്ലിയാൽ ഫലം ഉറപ്പായും ലഭിക്കുന്ന, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലമാകുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന, അശുദ്ധി സമയത്തും സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്ന അത്ഭുത ദിക്ർ 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം തുടരെയായി നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഫലം ലഭിക്കും. ആ ദിക്ർ ഏതാണ്, അതിൻ്റെ മറ്റു ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കേൾക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദുആ വസിയത്തും കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ, കടം കൊണ്ടുള്ള വിഷമങ്ങൾ അകലാൻ, ജോലി സംബന്ധമായിരിക്കുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരാൻ, മക്കളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ, അയൽവാസിയുമായുള്ള പ്രശ്നങ്ങൾ തീരാൻ, ബിസിനസ് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ, കുടുംബക്കാരുമായുള്ള പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷമുണ്ടാവാൻ, അസുഖം മൂലമുള്ളതായിരിക്കുന്ന വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഇനി പറയുന്ന ദിക്ർ പരിഹാരമാണ്. നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ എണ്ണം നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെയാണ് ഈ ദിക്ർ ചൊല്ലേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ദിക്റുകളാണ് പറയുന്ന ദിക്ർ. ഈ രൂപത്തിൽ ചൊല്ലാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി സകല മേഖലയിലും വിജയം വരിക്കുകയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പുലരുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്തായ 3 നാമങ്ങളാണ് നാം ചൊല്ലേണ്ട ഈ ദിക്ർ. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. ഈ ഇസ്മിനെയാണ് നാം ചൊല്ലേണ്ടത്. യാ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമ കാരുണ്യവാൻ, യാ റഹീം കരുണാനിധിയായവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. ചെയ്യേണ്ട സമയം പറയാം. ഇശാ നിസ്കാര ശേഷം അല്ലെങ്കിൽ രാത്രി നിങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയതിനു ശേഷം ആദ്യം വുളൂ ചെയ്യുക. തുടർന്ന് ഇബ്രാഹിമിയ സ്വലാത്ത് 3 തവണ ചൊല്ലുക. നാം നിസ്കാരത്തിലെ അത്തഹിയ്യാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് 3 തവണ ചൊല്ലിയതിനു ശേഷം യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം എന്നുള്ള ദിക്ർ 1000 തവണ ചൊല്ലുക. 1000 തവണ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടതില്ല. ഒരു 20 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അവസാനവും ഇബ്രാഹിമിയ സ്വലാത്ത് 3 തവണ ചൊല്ലി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നിങ്ങളെ അലട്ടുന്ന ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടും. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും പൂവണിയും. ജീവിത വിജയം വരിക്കും. ഈ ദിക്ർ ആത്മാർത്ഥമായി നാം ചൊല്ലുക. 3 ദിവസം ചൊല്ലുക അല്ലെങ്കിൽ 7 ദിവസം ചൊല്ലുക. ചിലർക്ക് ഒറ്റ തവണ ചൊല്ലുന്നതിലൂടെ തന്നെ ഫലം കണ്ടേക്കാം. അല്ലാഹു തആല ആത്മാർത്ഥമായി ചൊല്ലാൻ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.
സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.